പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞു മനസ്സിൽ നിറയെ ആശങ്കകളാണ്. ഇത്രയും നാൾ വീടിന്റെ ചുമരുകളിൽ ചിത്രം വരച്ചും അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നവരും നാളെ മുതൽ അക്ഷരമുറ്റത്തിന്റെ ആദ്യപടി കടന്നെത്തുകയാണ്. അവരെ വരവേൽക്കാൻ സ്കൂൾ അങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു. പല സ്കൂളുകളിലും അധ്യാപകർ തന്നെയാണ് പ്രവേശനോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. ബലൂണുകളും പുസ്തകങ്ങളുമായി അവർ കുരുന്നുകളെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും വളരെ ആക്റ്റീവായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കുട്ടികളെ വരവേൽക്കാനായിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളും വളരെ ആകാംക്ഷയോടെ സ്കൂളിലേക്ക് വരാനായിട്ട് തിടുക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാണ് സ്കൂൾ തുറക്കുന്നതെന്ന് പല കുട്ടികളും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ തോരണങ്ങളെല്ലാം വാങ്ങിച്ചു, ബലൂണുകൾ വാങ്ങിച്ചു. ഇപ്പം പുതിയതായിട്ടുള്ളത് ഞങ്ങളുടെ പ്രവേശനോത്സവം എന്നെഴുതിയ മനോഹരമായ തൊപ്പിയാണ്. അപ്പോൾ ഇതിന് എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ രീതികളിലാണ് ഇപ്പോൾ എല്ലാ അധ്യാപകരും കുട്ടികളെ വരവേൽക്കാനായിട്ട് റെഡിയായിരിക്കുന്നത്. അപ്പം കുട്ടികളെ മുട്ടായി കൊടുത്തും മധുരം കൊടുത്തും പിന്നെ മറ്റ് പഠനോപകരണങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കുട്ടികളെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് മാതാപിതാക്കൾ തിരക്കിലാണ്. അതിരാവിലെ എണീറ്റ് പൊന്നോമനകൾക്കായി വേണ്ടതെല്ലാം ഒരുക്കണം. അവരെ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം, പുസ്തകങ്ങൾ ഓരോന്നും ബാഗിലാക്കി സുരക്ഷിതമായി സ്കൂളിലേക്ക് അയക്കണം. പുത്തൻ ബാഗ്, പൂമണമുള്ള പുസ്തകങ്ങൾ, മഴ കൊള്ളാതിരിക്കാൻ പുത്തൻ കുട, ഇതെല്ലാമായി ആദ്യ ദിനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാകും കുട്ടികൾ. ചിലർ പഴയ കൂട്ടുകാരെ വീണ്ടും കാണാനും അവധിക്കാല കഥകൾ പറയാനുമുള്ള തിരക്കിലും. ആദ്യമായി സ്കൂളിലെത്തുന്നവരുടെ അമ്മമാർക്ക് എന്നും ആദിയാണ്. അവരാദ്യം പറയുക അവിടെ എത്തിയാൽ കരയരുതെന്നാവും. എന്നാൽ ആശങ്ക ഒട്ടും വേണ്ടെന്നാണ് 1ാം ക്ലാസ്സിലെ ടീച്ചർക്ക് പറയാനുള്ളത്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ വരുമ്പോൾ അങ്ങനെ ഇപ്പോഴും വരുന്ന കുട്ടികൾ അങ്ങനെ വളരെ കരയാറില്ല. കാരണം അവർ അംഗൻവാടിയിലും LKG UKGയിലൊക്കെ പോയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരയുന്ന കുട്ടികൾ വളരെ കുറവാണ്. പിന്നെ നമ്മളെ ക്ലാസ് അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെ കൂടെ തന്നെ അവർ അങ്ങ് ഇരുന്നോളും. അങ്ങനെ കരയാറൊന്നുമില്ല. പുസ്തകം വളരെ കുറവാണ്, പുസ്തക പരിശീലനം വളരെ കുറവാണ്. കുട്ടികൾക്ക് ഇപ്പം പഠന നേട്ടങ്ങളല്ല, പഠന ലക്ഷ്യങ്ങളാണ്. കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. കുറഞ്ഞ പിന്നെ അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ പിന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും സചിത്ര പുസ്തകം എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സചിത്ര പുസ്തകം, സംയുക്ത ഡയറി. അതിലൂടെയൊക്കെ കുട്ടികൾ കളിയിലൂടെയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ അങ്ങനെ ഭയങ്കര അടച്ചിട്ട ക്ലാസ് റൂമുകളും അങ്ങനെയുള്ളതല്ല. അധ്യാപകരും കുട്ടികളും കൂട്ടുകാരെ പോലെയാണ് പെരുമാറുന്നതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് തന്നെ അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് പഠന ലക്ഷ്യങ്ങൾ. അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുക്കിക്കഴിഞ്ഞു. ബലൂണും വർണ്ണക്കടലാസുമെല്ലാം അവർക്ക് ഇവിടെ കുളിർമയേകും. ക്യാമറമാൻ പത്മകുമാറിനും ശാലിമിക്കും നിതയ്ക്കുമൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.